ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ സേവ്യർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോ കണ്ടിട്ട്, അതായത് രക്തവാതത്തിനെ പറ്റി ഞാൻ 1-2 വീഡിയോ ചെയ്തിരുന്നു. ഒരുപാട് പേര് കണ്ട്, ധാരാളം പേര് കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്, കമൻറ്റ് ബോക്സിലും ഒക്കെ ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രധാന ചോദ്യം എന്താണെന്ന് വെച്ചാൽ, രക്തവാതം എന്തുകൊണ്ടുണ്ടാകുന്നു? അപ്പോൾ ഇതിന് കാരണം നിങ്ങൾ ആ വീഡിയോ മുഴുവൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം. വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടിട്ടാണ്. എന്തായാലും ആ സംശയം നിവൃത്തിക്കായിട്ട് ഈ കാര്യം മാത്രം പറയാം, ഇനി ചോദിക്കില്ല എന്ന് വിചാരിക്കണം. അതിനുവേണ്ടിയാണ് വീണ്ടും വീഡിയോ ചെയ്യുന്നത്. അതായത് രക്തവാതം ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ, നമ്മൾ വിരുദ്ധമായ ആഹാരങ്ങൾ കഴിക്കുക. അതായത് മീനും പാലും ഒരുമിച്ച് കഴിക്കരുതെന്ന് പറയും. അതുപോലെ തേനും നെയ്യും സമ അളവിൽ കഴിക്കരുതെന്ന് പറയും. അതുപോലെ ഒരുപാട് വിരുദ്ധാഹാരങ്ങളുണ്ട്. അതിൻ്റെ ഒരു ലിസ്റ്റ് ഞാൻ വേറൊരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടുകയും ചെയ്യാം. മുമ്പ് കണ്ടിട്ടുള്ളവർക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ ആ വിരുദ്ധാഹാരങ്ങൾ ധാരാളമായിട്ട് കഴിക്കുന്നത് ശീലമാക്കുക. അതുപോലെ ഉൾപ്പുഴുക്കം ഉണ്ടാക്കുന്നത്, ഉൾപ്പുഴുക്കം ഉള്ളിൽ പുഴുക്കുണ്ടാവും. അതായത് ചില ഭക്ഷണങ്ങൾ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ചൂട് അനുഭവപ്പെടില്ലേ, അതന്നെ ഈ ഉൾപ്പുഴുക്കം ഉണ്ടാകുന്ന ആഹാരങ്ങൾ. ഉദാഹരണത്തിന് സീ ഫുഡ്, തൈരൊക്കെ. തൈര് കഴിച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ നമുക്ക് തണുപ്പാണെന്നാണ് പലരുടെയും ധാരണ. പക്ഷേ തൈര് കഴിച്ച് കഴിഞ്ഞാൽ അത് ദഹനത്തിന് ശേഷം ഉള്ളിൽ ഒരു തരം ചൂടുണ്ടാകും. പ്രത്യേകിച്ച് ഈ രക്തവാതം ടെൻഡൻസി ഉള്ള രോഗികൾ, ഇപ്പോൾ ഫാമിലി ഹിസ്റ്ററി ആയിട്ടൊക്കെ രക്തവാതത്തിന് സാധ്യതയുണ്ട്, രക്തവാത രോഗമുണ്ട്. അവർക്ക് ഈ രക്തധാതുവും പിത്തദോഷവും വർദ്ധിച്ചിരിക്കും. അപ്പോൾ അതിനെ വർദ്ധിപ്പിക്കാനായിട്ട്, ആ ദൂഷ്ടി കൂട്ടുന്നതിന് സഹായകമാകുന്ന ഒന്നാം തരം സാധനമാണ് തൈര്. അപ്പോൾ തൈര് ഉപേക്ഷിക്കണം, മനസ്സിലായി. അതുപോലെ വിരുദ്ധാഹാരങ്ങൾ കഴിക്കരുത്. പിന്നെ സമയം തെറ്റിയുള്ള ഉറക്കം, ഒരുപാട് ലേറ്റായിട്ട് എനിക്ക് ഉറങ്ങുക, അതുപോലെ ഉച്ചയാകുമ്പോൾ ഉണരുക, അങ്ങനെ സമയം തെറ്റിയുള്ള ഉറക്കം. അമിതമായിട്ട് ഉറങ്ങിയാലും ഒരുപാട് സമയം 16 മണിക്കൂറും 18 മണിക്കൂറും കിടന്നുറങ്ങുക, അങ്ങനെയാണെങ്കിലും അതും കാരണമാവും. അതുപോലെ സമയം തെറ്റിയുള്ള ഉറക്കം, പകലുറക്കം, അമിതമായ ഉറക്കം, ഇതിന് കാരണമാവും. വിരുദ്ധാഹാരങ്ങൾ കാരണമാവും. രക്തദുഷ്ടി ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ കൂടുതലായിട്ട് കഴിച്ചാൽ രക്തവാതത്തിന് കാരണമാവും. പിന്നെ അപ്പോൾ രക്തദുഷ്ടി ഉണ്ടാകുന്ന ആഹാരങ്ങൾ പറയുമ്പോൾ കോഴിമുട്ട, അച്ചാറ്, തൈര്, എണ്ണയിലിട്ട് വറുത്ത പലഹാരങ്ങൾ, മനസ്സിലായോ? ഒരുപാട് കളറും പ്രിസർവേറ്റീവും ഒക്കെ ചേർത്തിട്ടുള്ള ആഹാരങ്ങൾ, ഇതൊക്കെ ചെന്ന് കഴിഞ്ഞാൽ രക്തദുഷ്ടി ഉണ്ടാവും. നമ്മൾ ഈ ഭക്ഷണത്തിലൂടെ ചെല്ലുന്ന വിഷാംശം ദഹിച്ച് അത് രക്തത്തിലേക്കാണ് കലരുന്നത്. അത് തന്നെ ഈ രക്തദുഷ്ടി ഉണ്ടാകുന്ന ആഹാരങ്ങൾ. അപ്പോൾ അതൊക്കെ ധാരാളമായിട്ട് ഒരുവിധമൊക്കെ നമ്മുടെ ശരീരത്തിന് പ്യൂരിഫൈ ചെയ്യാനുള്ള മെക്കാനിസം ഈശ്വരൻ സൃഷ്ടിച്ചിട്ടുണ്ട്. സൃഷ്ടിയുടെ സമയത്ത് തന്നെ അതിലുണ്ട്. പക്ഷേ അതിന് പറ്റാത്തത്ര അളവിൽ നമ്മൾ തുടർച്ചയായിട്ട് ഉപയോഗിച്ചാൽ രക്തദുഷ്ടി ഉണ്ടാവും, മനസ്സിലല്ലേ? അപ്പോൾ ആ രക്തദുഷ്ടി ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ പതിവായിട്ട് ശീലിക്കുക, വിരുദ്ധാഹാരങ്ങൾ പതിവായിട്ട് ശീലിക്കുക, അമിതമായി ഉറങ്ങുക, സമയം തെറ്റി ഉറങ്ങുക, പകലുറങ്ങുക, ഇത് കാരണമാണ്. അതുപോലെ അഭിഘാതജങ്ങൾ, വീഴ്ച, അടിയിടി, ചതവ്, ഒടിവ്, ഇങ്ങനത്തെ സംഗതികളുണ്ടാവുക, അതും രക്തവാതത്തിന് കാരണമുണ്ടാവും. പിന്നെ നമുക്ക് 6 ഋതുക്കൾ പറയുന്നുണ്ട്, 2 മാസത്തെ വീതമുള്ള 6 ഋതുക്കൾ. അപ്പോൾ ആ ഋതുസന്ധികളിൽ നമ്മുടെ ശരീരം വളരെയധികം ആ സന്തുലിതാവസ്ഥ നിലനിർത്താൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെടും. ശരീരത്തിൽ ഒരുപാട് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടാൻ സാധ്യതയുള്ള ഒരു പീരീഡിലാണ്. അപ്പോൾ ഓരോ ഋതുസന്ധിയിലും നമ്മൾ വയറ് ശുദ്ധി വരുത്തുക, വിരേചനമോ വസ്തിയോ അനുയോജ്യമായിട്ടുള്ള ശുദ്ധികർമ്മങ്ങൾ കൃത്യമായിട്ട് ചെയ്യാതെ ശീലിക്കുക. ഇത്തരക്കാർക്കൊക്കെയാണ് ഈ രക്തവാതം ഉണ്ടാകുന്നത്. പ്ലസ് പാരമ്പര്യ ഘടകങ്ങളുണ്ട്. അപ്പോൾ പാരമ്പര്യമായിട്ട് രക്തവാത രോഗ സാധ്യതയുള്ളവർ ഇത്തരം സംഗതികൾ വളരെ കൃത്യനിഷ്ഠയോടെ പാലിക്കുന്ന അർത്ഥം. അപ്പോൾ നിങ്ങൾ തുടരെ പലരും ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇന്നൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. രക്തവാതം ഉണ്ടാകുന്നതിനുള്ള കാരണമെന്ത്? അപ്പോൾ ഇതിന് ഒരു കാര്യം കൂടെ ചേർത്ത് പറയാം. അതായത് പലരും വിളിക്കുമ്പോൾ RA ഫാക്ടർ പോസിറ്റീവാണ്, ഇതിനുള്ള ചികിത്സ എന്താണ്, ഇതിനുള്ള കാരണം എന്താണ്? ഈ എല്ലാ RA ഫാക്ടറുള്ള എല്ലാ രോഗികളും രക്തവാത രോഗികളാവണമെന്ന് നിർബന്ധമില്ല. അതുപോലെ രക്തവാതമുള്ള എല്ലാവർക്കും RA ഫാക്ടർ പോസിറ്റീവ് ആവണമെന്നില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അതൊരു ഘടകമല്ല ആയുർവേദ ചികിത്സയ്ക്ക്. മോഡേൺ മെഡിസിന് അവരുടേതായ ചികിത്സാ രീതികൾ നിശ്ചയിക്കുന്നതിന് അതിന് ഈ RA ഫാക്ടർ ആവശ്യമാണ്. പക്ഷേ നമുക്ക് അത് നിർബന്ധമല്ല, അത് മാത്രം ഒരു ഘടകമല്ല. അപ്പോൾ അത് മാത്രം നിങ്ങൾ ചിന്തിച്ചുകൊണ്ടോ പറഞ്ഞുകൊണ്ടോ നമുക്ക് രക്തവാതത്തിന് ചികിത്സിക്കാൻ പറ്റില്ല. അത് ഇപ്പോൾ മരുന്ന് എന്നെ ഓൺലൈനായിട്ട് കൺസൾട്ട് ചെയ്ത് ചികിത്സ തുടങ്ങിയിട്ടുള്ള രോഗികൾക്ക് മനസ്സിലാവും. ഒട്ടനവധി ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അറിയണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള ചികിത്സ നിശ്ചയിക്കാൻ സാധിക്കുകയുള്ളൂ. RA ഫാക്ടറും കൂടെ പരിഗണിക്കാമെന്ന് മാത്രം. മറ്റ് ലക്ഷണങ്ങളുടെ കൂടെ RA ഫാക്ടറും കൂടെ പോസിറ്റീവ് ആണെങ്കിൽ രോഗം കുറച്ചുകൂടെ ഗുരുതരാവസ്ഥയിലാണെന്ന് മനസ്സിലാക്കാം, എത്രമാത്രം. ഓക്കെ, അപ്പോൾ രക്തവാതം ഉണ്ടാകുന്നതിനുള്ള പ്രധാന കാരണങ്ങൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലെങ്കിൽ വീണ്ടും കാണുക, എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ നേരിട്ട് വിളിക്കാം. ഓക്കെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനിയും മറ്റേതെങ്കിലും വിഷയത്തെപ്പറ്റി വീഡിയോ ആവശ്യമാണെങ്കിൽ
കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ, ഞാൻ ചെയ്യാം. ഓക്കെ, അത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ കൂടുതൽ ചെയ്യാനായിട്ട് സഹായിക്കും. അതിന് വേണ്ടിയിട്ടാണ് കമൻറ്റ് ബോക്സിൽ ചോദിക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ 1-2 പേര് ചോദിച്ച് കാണുമ്പോൾ മറ്റുള്ളവർക്കും അത് മനസ്സിലാവും, ഇവിടെ രേഖപ്പെടുത്തിയാൽ അതിനടുത്ത വീഡിയോ വരുമെന്ന്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളോട് കമൻറ്റ് ബോക്സിൽ ആവശ്യപ്പെടാനായിട്ട് പറയുന്നത്. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതുമാത്രം പോരാ, അതിനടുത്തൊരു ബെൽ മാർക്കുണ്ട്, ബെല്ല്, അതിൽ പ്രസ് ചെയ്യണം. ഒപ്പം തന്നെ ഓൾ നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യാനും മറക്കരുത്. ഓക്കെ, വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള സംശയങ്ങൾക്ക് തുടർന്നും മറുപടി പ്രതീക്ഷിക്കാം. അല്പം വൈകിയാലും തീർച്ചയായിട്ടും ഞാൻ മറുപടി പറയും. ഓക്കെ, തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവ്യർ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.